പഴയ ടെക്നോളജി വെച്ചിട്ട് നമ്മൾ നല്ലത് വെച്ചിട്ടാണ് നമ്മൾ വിചാരിച്ചത്. പക്ഷെ നോ പ്ലാസ്റ്റിക് അങ്ങനെ ഞങ്ങൾ വെച്ചത്. Of the institution, extend my sincere thanks to the Almighty for making today even a grand success. എല്ലായിടത്തും ക്ലാസ്സസും പരിപാടികളും നടക്കുക. കാരണം എന്താ എന്താ ഈ വർഷം ഇത്രയും ഇമ്പോർട്ടൻസ് കൊടുത്ത് ചെയ്യാൻ കാരണം എന്താ? വാട്ട് ഇസ് ദ റീസൺ ബിഹൈൻഡ് ഇറ്റ്? ഈ വർഷം എന്താണ്? ഓക്കെ, എല്ലാവർക്കും അറിയാം. Okay, to describe is how to cultivate millet. That is also important. We have to grow it, how to grow it, and അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും കൂടുതൽ പറയുന്നത്. ഇൻട്രൊഡക്ഷൻ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാം. നമ്മളുടെ മനുഷ്യരിൽ ഉള്ള മൈക്രോ ന്യൂട്രിയൻ ഡെഫിഷ്യൻസീസ് അതിനെ മാനേജ് ചെയ്യാൻ നമ്മുടെ ശരീരത്തില് ഇപ്പൊ നമ്മൾ ചെടികളിലാണെങ്കിൽ മൈക്രോ ന്യൂട്രിയൻ ഡെഫിഷ്യൻസീസ് വരും. സിങ്ക് വേണം ചെടിക്ക്, ബോറോൺ വേണ്ടി വരും. ഏതൊക്കെയാണ് ന്യൂട്രിയൻസ് എന്ന് പറയുന്നത്? ചെടികൾക്ക് അറിയാവോ? ചെടികൾക്ക് വേണ്ട ന്യൂട്രിയൻസ് എന്തൊക്കെയാണ്? നിങ്ങൾക്ക് വേണ്ട ന്യൂട്രിയൻസ് എന്തോ? മനുഷ്യന് വേണ്ട ന്യൂട്രിയൻസ് എന്തോ? എത്ര പേരുണ്ട് ഇവിടെ ബയോളജി സ്റ്റുഡൻസ്? ബയോളജിയോ ബോട്ടണിയോ സുവോളജിയോ? ആരുമില്ല. ഓക്കെ ഓക്കെ. എന്നാലും നമ്മൾ അറിയണ്ടേ നമുക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത്? ബേസിക് ആയിട്ട് വേണ്ട പ്രോട്ടീൻസ് വേണം അല്ലെ, കാർബോഹൈഡ്രേറ്റ്സ്, എനർജിക്ക് വേണ്ടി മിനറൽസ് വേണം, പിന്നെ വേറെ എന്തോ വേണ്ട? വൈറ്റമിൻസ്. അപ്പൊ അതുപോലെ ഈ ചെടികൾക്കും വേണം. അതുപോലെ നമുക്ക് മൈക്രോ ന്യൂട്രിയൻസ് വേണം. നമുക്ക് ചില സോഡിയം ഒക്കെ കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത് അടിച്ചു വെച്ച് താഴെ വീഴും. കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു വിളയാണ് ഇത് അല്ലെ, മില്ലറ്റ് എന്ന് പറയുന്നത്. മില്ലറ്റ് എന്ന് പറഞ്ഞാൽ എന്ത് സംഭവം? വാട്ട് ഈസ് മില്ലറ്റ്? നെല്ല് കൃഷി ചെയ്യണമെങ്കിൽ വെള്ളം വേണ്ടേ ഭയങ്കരമായിട്ട്? മില്ലറ്റിന് വെള്ളം അധികം വേണ്ട. വെള്ളം അധികം ഇല്ലാത്ത സ്ഥലത്തും മില്ലറ്റ്സ് കൃഷി ചെയ്യാൻ പറ്റും. അപ്പൊ അതാണ് ഈ ആഫ്രിക്ക, സുഡാൻ, അതുപോലെ നൈജീരിയൊക്കെ കുറച്ചുകൂടെ പണക്കാരാണ്. റുവാണ്ട അതുപോലെയുള്ള രാജ്യങ്ങളിൽ ഇവർ മില്ലറ്റ്സ് കൂടുതൽ കൃഷി ചെയ്യും. കാരണം വെള്ളത്തിന്റെ ലഭ്യത വളരെ കുറവാണ്. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അവർ കൂടുതലും ഇങ്ങനത്തെ മില്ലറ്റ്സ് കൃഷി ചെയ്ത് അവർക്കൊരു കാർബോഹൈഡ്രേറ്റ് സോഴ്സ് അല്ലെങ്കിൽ അവരുടെ മൈക്രോന്യൂട്രിയൻ ഡെഫിഷ്യൻസിയെ കമ്പാറ്റ് ചെയ്യാൻ അവർ ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് ഈ മില്ലറ്റ്സ്. കൂടുതലാണ് അരിക്കകത്തിലുള്ളതിനേക്കാൾ കൂടുതലാണ് പ്രോട്ടീൻ, കൂടുതലാണ് ഈ മില്ലറ്റ്സിനകത്തുള്ളത്. അപ്പൊ അങ്ങനെ ഇതിനകത്തുള്ള ഗുണമുള്ള ഫൈബറിന്റെ കണ്ടന്റ് നോക്കിയേ. അരിക്ക് അതിൽ 1.99 ഗ്രാം ഫൈബർ ഉള്ളപ്പോൾ തിനക്കകത്തിലും ചാമയ്ക്കകത്തിലും ഒക്കെ 6.5, മറ്റേ ഫിംഗർ മില്ലറ്റിനകത്തില് റാഗിക്കകത്തില് 9.5%, 9. അതേസമയം സ്വർഗത്തിനകത്തില് അല്ലെങ്കിൽ ജോവാറിനകത്തില് 8.5, പേൾ മില്ലറ്റ് ബജറായിക്കകത്തില് 9.1. അപ്പം 1.9 എവിടെ കിടക്കുന്നത്? വീറ്റിനകത്തിൽ ഉണ്ട്. വീറ്റിനകത്തിൽ ഡയറ്ററി ഫൈബർ ഉണ്ട്. പക്ഷെ റൈസിനെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ കൂടുതൽ വീറ്റ് അല്ലല്ലോ, നമ്മൾ റൈസ് അല്ല കഴിക്കുന്നത്. അപ്പൊ നമ്മൾ നമ്മുടെ ആഹാര ക്രമങ്ങളുടെ ഈ ഒന്നീ ഗോതമ്പ് പോലുള്ള സാധനങ്ങൾ അല്ലെങ്കിൽ അസിഡിറ്റി ഉണ്ടായാൽ എന്ത് സംഭവിക്കും? നമുക്ക് ഭയങ്കര ഒരു അൺഈസിനെസ് ആയിരിക്കും. നമുക്ക് ഗ്യാസ് ഫോർമേഷൻ വരും, അങ്ങനത്തെ ഒക്കെ പ്രശ്നം വരും. ഇതിന് അങ്ങനത്തെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. നോൺ ആസിഡ് ഫോമിങ് ഫുഡിന്റെ കൂട്ടത്തിൽ വരുന്ന ഇതാണ്. പിന്നെ ഒരു പ്രോബയോട്ടിക് എഫക്ട് ഉണ്ട്. പ്രോബയോട്ടിക് എന്ന് വെച്ചാൽ എന്താ? ആന്റിബയോട്ടിക് എന്ന് വെച്ചാൽ നമ്മൾ അസുഖം വരുമ്പോൾ കഴിക്കുന്ന സാധനം അല്ലെ. അതെന്തോ എന്തെങ്കിലും ഒരു രോഗം പറ്റുന്ന ഒരു ബാക്ടീരിയ വല്ല നമ്മുടെ ശരീരത്തിൽ ഉണ്ടെന്നിരിക്കട്ടെ. സപ്പോസ് എന്തെങ്കിലും ഒരു ബാക്ടീരിയ, എനിക്കിപ്പോ ഓർമ്മ വരുന്ന ട്യൂബർക്കുലോസിസ്, TB ബാക്ടീരിയ, അല്ലെങ്കിൽ കോളറ, വിബ്രിയോ എന്ന് പറഞ്ഞ ബാക്ടീരിയ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബാക്ടീരിയ നമ്മുടെ ശരീരത്തിൽ ഉണ്ടെന്നിരിക്കട്ടെ. അപ്പൊ ആ ബാക്ടീരിയയെ നശിപ്പിക്കാൻ വേണ്ടി നമ്മൾ കഴിക്കുന്ന സാധനമാണ് എന്താണ്? ആന്റിബയോട്ടിക്. ആന്റിബയോട്ടിക് കഴിച്ചു നമ്മൾ അത് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കും. അതുപോലെ തന്നെ പ്രോബയോട്ടിക് എന്ന് വെച്ചാൽ എന്താ? പ്രോ ആന്റി. നമ്മുടെ ശരീരത്തിൽ നല്ല ബാക്ടീരിയകൾ വേണം,
നല്ല ബാക്ടീരിയകൾ നമ്മുടെ സ്റ്റൊമക്കിൽ ഉണ്ടെങ്കിലേ നമ്മുടെ ഡൈജഷൻ പ്രോസസ്സസ് കറക്റ്റ് ആകത്തുള്ളൂ. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? നല്ല ബാക്ടീരിയകളിൽ ഡൈജഷൻ നന്നായിട്ട് നടക്കത്തില്ല, ഉദര സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ വരും, വയറ്റിൽ അൾസേഴ്സ് വരും. അൾസേഴ്സ് വന്നു കഴിഞ്ഞാൽ പിന്നെ അതിനോടനുബന്ധിച്ച് വേറെ പല പ്രശ്നങ്ങൾ വരും. അപ്പം ഈ സംഭവം കഴിച്ചാൽ ഇതിനകത്തിൽ നല്ല മൈക്രോഫ്ലോറ ഉള്ള ഒരു ഫുഡാണ് ഈ മില്ലറ്റ്സ് എന്ന് പറയുന്നത്. നല്ല മൈക്രോബിയൽ ആക്ടിവിറ്റീസ്, നമ്മുടെ ശരീരത്തിലെ മൈക്രോബിയൽ ആക്ടിവിറ്റി, വയറിൽ നടക്കുന്ന മൈക്രോബിയൽ ആക്ടിവിറ്റി ഒക്കെ നല്ല രീതിയിൽ നടത്താൻ കപ്പാസിറ്റി ഉള്ള ഒരു ഫങ്ഷണൽ ഫുഡ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ അത് മാഡം ഇവിടെ ക്ലാസ് ചെയ്ത് പറഞ്ഞില്ല ഫങ്ഷണൽ ഫുഡിനെ പറ്റി. അപ്പം പിന്നെ വേറെ ചില പ്രോട്ടീൻ ചില പിള്ളേർക്കൊക്കെ അലർജിയാണ്. ചിലർക്ക് വീറ്റിനകത്ത് ഗോതമ്പിന് എന്ത് ഭക്ഷണം കഴിച്ചാലും ചിലപ്പോൾ അലർജി ഒക്കെ വരും. അപ്പൊ അത് ഗ്ലൂട്ടൻ എന്ന് പറഞ്ഞ ചില പ്രോട്ടീൻ അതിനകത്തുള്ളൂ. ഈ ഇതിനകത്ത് ഗ്ലൂട്ടൻ ഫ്രീ ആണ് ഇതിനകത്ത് മില്ലറ്റ്സിനകത്ത്. അപ്പൊ അത് അതിനകത്ത് അങ്ങനത്തെ അലർജിക് പ്രോബ്ലംസ് ഒക്കെ വരാനുള്ള ചാൻസസ് കുറയും. ഡയറ്ററി ഫൈബർ ഞാൻ നാരിന്റെ ഇത് പറഞ്ഞു. പിന്നെ പ്രോട്ടീൻ, മൈക്രോ ന്യൂട്രിയൻസ് അതൊക്കെ കൂടുതലാണ്. അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇതിനകത്ത് കൂടുതലാണ്. പിന്നെ ആന്റി ഓക്സിഡൻസ്. നമ്മൾ ഈ ഫ്രൂട്ട്സ് കഴിക്കുന്നു അല്ലെ, ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് നമ്മൾ എപ്പോഴും ഫ്രൂട്ട്സ് കഴിക്കുന്നത് നല്ലതാണെന്ന് പറയും. അതെന്താണ് ഫ്രൂട്ട്സ് കഴിക്കുന്നത് നല്ലതാണെന്ന് പറയുന്നത്? എന്തുകൊണ്ട്? ഫ്രൂട്ട്സ് ഈ പ്രത്യേകിച്ച് ഈ ചക്ക, നമ്മുടെ ചക്ക അല്ലെങ്കിൽ ആത്തപ്പഴം, ആത്തച്ചക്ക, കസ്റ്റർഡ് ആപ്പിൾ, ഇതിനകത്തൊക്കെ ഭയങ്കരമായിട്ട് ആന്റി ഓക്സിഡൻസ് ഉള്ള സാധനങ്ങളാണ്. ആന്റി ഓക്സിഡൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ശരീരത്തില് സെൽസ് ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു കെമിക്കൽ വസ്തുവോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു റേഡിയേഷനോ, ചിലപ്പോൾ നമുക്ക് ഒരു റേഡിയേഷൻ ആകാം നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കും, നമ്മൾ അറിയത്തില്ല. ആ റേഡിയേഷൻ അല്ലെങ്കിൽ ഒരു കെമിക്കൽ വസ്തു എന്തെങ്കിലും പ്രവേശിക്കുക, അല്ലെങ്കിൽ ഒരു സ്പോയിൽഡ് ഫുഡ് നമ്മൾ കുറച്ച് കഴിക്കുക, കുറച്ച് ചീത്തയായ ഫുഡ് കഴിച്ച് നമ്മുടെ ശരീരത്തിൽ കയറി നമ്മളുടെ എന്ത് സംഭവിക്കും? നമ്മളുടെ സെൽസിനെ, കോശങ്ങളെ, ശരീരത്തിലെ കോശങ്ങളെ അത് പതുക്കെ ഡാമേജ് ചെയ്യും. പതുക്കെ കോശങ്ങൾ എന്തെങ്കിലും ഒരു കെമിക്കൽ കയറി കഴിഞ്ഞാൽ സെൽസിനെ ആദ്യം അത് ഇത് ചെയ്തുകൊണ്ടിരിക്കും. സെൽസിന് പതുക്കെ ഡാമേജ് വരും. സെൽസിന് ഫ്രീ റാഡിക്കൽ ഫോർമേഷൻ എന്ന് പറഞ്ഞൊരു കാര്യം, കോശങ്ങളുടെ തകർച്ച ഫ്രീ റാഡിക്കൽ ഫോർമേഷൻ പറയുമ്പോൾ എന്ത്, സെൽസ് രക്ഷപ്പെടാൻ വേണ്ടി എന്ത് ചെയ്യും? കോശങ്ങൾ വിഭജിക്കും, സെൽസ് ഡിവൈഡ് ചെയ്ത് കോശങ്ങൾ ചിലപ്പോൾ പെട്ടെന്ന് ഫാസ്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് എന്ത് സംഭവിക്കും? ക്യാൻസർ പോലുള്ള രോഗങ്ങൾ വരാനുള്ള ചാൻസസ്. അപ്പൊ ഈ കോശങ്ങളുടെ തകർച്ച വരുമ്പോ എങ്ങനെ അവനെ റിപ്പയർ ചെയ്യണമല്ലോ സംഭവം. കോശങ്ങളുടെ തകർച്ച വരുമ്പോൾ റിപ്പയർ ചെയ്യുന്ന സാധനമാണ് ഇങ്ങനത്തെ ഫുഡുകൾ. അപ്പൊ ഇങ്ങനത്തെ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് ഒക്കെ കഴിയുമ്പോൾ അതിനകത്ത് റിച്ച് ഇൻ ആന്റി ഓക്സിഡൻസ് ഉള്ളതുകൊണ്ട് ഈ ഓക്സിഡേഷൻ സംഭവിക്കുമ്പോഴാണ് ഇതൊക്കെ സംഭവിക്കുന്നത്, കോശങ്ങളുടെ വിഭജനം ഒക്കെ നടക്കുന്നത്. അപ്പൊ അങ്ങനെ സെൽ ഡിവിഷൻ അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി, സെല്ലിന്റെ തകർച്ച കൺട്രോൾ ചെയ്യാൻ വേണ്ടി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഫ്രീ റാഡിക്കൽ ഫോർമേഷനെ ഇതൊന്ന് കൺട്രോൾ ചെയ്യും നമ്മളുടെ ഈ ആന്റി ഓക്സിഡൻസ് വന്നിട്ട്. അപ്പം ആ സെൽസിന്റെ ഡാമേജ് കുറഞ്ഞിട്ട് കോശങ്ങളുടെ വിഭജനം, സെൽ ഡിവിഷൻ കുറയും. സെൽ ഡിവിഷൻ കൂടി കഴിയുമ്പോൾ, സെൽ ഡിവിഷൻ ക്രമാതീതമായിട്ട് കൂടി കഴിയുമ്പോഴാണല്ലോ ചിലരുടെ ഇവിടെയൊക്കെ ഇങ്ങനെ സെൽസ് കൂടി ഇങ്ങനെ ക്യാൻസർ പോലുള്ള ഇത് വരും. ചില വയറ്റിലായിരിക്കും, ചിലപ്പോൾ ചെറുകുടലിലായിരിക്കും, ചിലപ്പോൾ വൻകുടലിലായിരിക്കും, ചിലപ്പോൾ ആമാശയത്തിലായിരിക്കും. അങ്ങനെ എവിടെയാണെന്ന് പറയാൻ പറ്റത്തില്ല. ചിലപ്പം എവിടെയാണെന്ന് പറയാൻ പറ്റത്തില്ല, അവിടെ ഡാമേജ് വന്ന സ്ഥലത്ത്. അപ്പൊ അങ്ങനെയുള്ള ഒരു അവസ്ഥയെ കൺട്രോൾ ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഫങ്ഷണൽ ഫുഡ്സ് ആണ് ഇത്. ഹൈ ഇൻ ആന്റി ഓക്സിഡൻസ് ആണ് മില്ലറ്റ്സ് കമ്പയർഡ് ടു അതർ സീരിയൽ ക്രോപ്സ്. അപ്പൊ അങ്ങനെ ഒരു ഗുണമുണ്ട്. ഇതതിന്റെ ഗുണങ്ങൾ. രണ്ടാമത്തേത് പേൾ മില്ലറ്റ് എന്ന് പറയുന്നത് ബാജറ. അതിന് ബാജറ അല്ലെങ്കിൽ കമ്പം എന്ന് പറയും. നിങ്ങളെ വീട്ടിൽ വല്ലതും കൃഷി ചെയ്തിട്ടുണ്ടോ? ആരെങ്കിലും കമ്പം കൃഷി ചെയ്തിട്ടില്ല. മറ്റേത് ഫിംഗർ മില്ലറ്റ്, റാഗി, പഞ്ഞപ്പുല്ല്, കൂവരക്, മുത്താറി എന്നൊക്കെ പറയും. അതാണ് ഫിംഗർ മില്ലറ്റ്. ഓക്കെ, ഇനി അതിന്റെ ഗ്രെയിൻസ് എങ്ങനെ ഇരിക്കുന്നത്? മണിച്ചോളം ഇങ്ങനെ ഇരിക്കും, സ്വർഗം അല്ലെങ്കിൽ ഗ്രേറ്റർ മില്ലറ്റ് അല്ലെങ്കിൽ ജോവാർ അല്ലെങ്കിൽ മണിച്ചോളം, അതിങ്ങനെ ഇരിക്കും. രണ്ടാമത്തേത് ബാജറ അല്ലെങ്കിൽ കമ്പം, പേൾ മില്ലറ്റ് അല്ലെങ്കിൽ കാൻഡിൽ മില്ലറ്റ് എന്ന് പറയും. അതിനൊരു ഗ്രേ കളർ ആയിരിക്കും.
റാഗി, പഞ്ഞപ്പുല്ല്, കൂവരത്, മുത്താറി, നമ്മൾ റാഗി നമ്മൾ കുറുക്കുണ്ടാക്കുന്നത്, കുഞ്ഞുങ്ങൾക്ക് കുറുക്കുണ്ടാക്കി കൊടുക്കത്തില്ലേ, കണ്ടിട്ടുണ്ടോ? അതാണ് ഈ റാഗി, പഞ്ഞപ്പുല്ല്, കൂവരത്, മുത്താറി. അതിന് ഫിംഗർ മില്ലറ്റ് പറഞ്ഞെന്തോ ഇംഗ്ലീഷില് ലിറ്റിൽ മില്ലറ്റ് എന്ന് പറയും. ഞാനിതിപ്പോ കാണിക്കാം. ലിറ്റിൽ മില്ലറ്റ്. പിന്നെ തിന ചെയ്തിരുന്നു. തിന എന്തിനാ ചെയ്തിരുന്നത്? കൂടുതലും തിന എന്തിനാ ഉപയോഗിക്കുന്നത്? ബേർഡ്സിന് കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കും. പിന്നെ വേറെ ഒരു സാധനം പഞ്ഞപ്പുല്ലെന്ന് പറഞ്ഞ സാധനം, അതിന് നിങ്ങൾ എന്താ പറയുന്നത്? മുത്താറിയോ? ഇവിടൊക്കെ എന്താ പറയുന്നത്? റാഗി. റാഗി ഇംഗ്ലീഷുകാരല്ലേ പറയുന്നത്, ബ്രിട്ടീഷുകാർ. നമ്മളെന്താ പറയും? പഞ്ഞപ്പുല്ലെന്ന് പറയും. കുഞ്ഞുങ്ങൾക്കൊക്കെ കുറുക്കായിട്ട് കൊടുക്കും. അതിനകത്ത് എന്തോ ഗുണമുള്ളത് പഞ്ഞപ്പുല്ല് ഈ വേനൽക്കാലത്ത് ഈ പാടത്തൊന്നും കൃഷി ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ കൃഷി ചെയ്യാൻ പറ്റിയ സാധനങ്ങളായിരുന്നു. അപ്പൊ പണ്ടുകാലം തൊട്ടേ നമ്മളിവിടെ കൃഷി ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഇത് നമ്മുടെ സമൂഹത്തിന്, ഇപ്പൊ നമ്മുടെ പ്ലാനറ്റ് എർത്തിന് എന്താ ഗുണം എന്നുള്ളത് നമ്മൾ പറഞ്ഞു. എന്താണ്? വളങ്ങൾ കുറച്ച് മതി, കീടനാശിനി കുറച്ച് മതി, കുമിൾനാശിനി കുറച്ച് മതി, പെസ്റ്റിസൈഡ് നമ്മൾ അടിക്കുന്നില്ല, സ്ട്രെസ് ഓൺ എൻവയോൺമെന്റ് ഇല്ല. ഇത് കൃഷി ചെയ്യുന്നതുകൊണ്ട് ഫാസ്റ്റർ ഗ്രോത്ത് ആണ്, ഫാസ്റ്റർ ലൈഫ് സൈക്കിൾ ആണ്. അതുകൊണ്ട് പെട്ടെന്ന് നിങ്ങൾക്ക് ഉത്പാദനം കിട്ടും. ഫോർ ഫാമേഴ്സ് എന്താണ് ഗുണം? ഫാമേഴ്സിന് ഇതൊന്നും സാഹചര്യം ഇല്ലാത്ത ഒരു കർഷകന്, ഒരു പാവപ്പെട്ട കർഷകന്, ഇറിഗേഷൻ ഫെസിലിറ്റി ഒന്നും ഇല്ലാത്ത ഒരു കർഷകന് വേണമെങ്കിലും കൃഷി ചെയ്യും. ഇതൊന്നും മഴ കിട്ടാത്ത ഒരു സ്ഥലത്ത്, തമിഴ്നാട്ടിലോ അല്ലെങ്കിൽ കർണാടകത്തിലോ അവന് കുറച്ച് ലാൻഡ് ഉണ്ട്, എന്തെങ്കിലും കൃഷി ചെയ്യാനുണ്ട്, പക്ഷെ വെള്ളമില്ല. ഞാൻ എന്ത് ചെയ്യും ആലോചിച്ചിരിക്കുന്ന ഒരു പാവപ്പെട്ട കർഷകന് കൃഷി ചെയ്യാൻ പറ്റിയ ഒരു വിളയാണിത്. ഒരുമാതിരിപ്പെട്ട ഒരു സ്ഥലത്ത് ഒരു JCB ട്രാക്ടറോ ഇട്ട് ഒരു ചുമ്മാ വിതറിയാൽ മുളച്ചു വരും. അപ്പൊ അത് വളരെ കുറച്ചുകൂടെ പുവർ സോയിൽസിലും വിതൗട്ട് മച്ച് എക്സ്റ്റേണൽ ഇൻപുട്സ് ഒന്നും ഇല്ലാതെ, വലിയ വളങ്ങളോ പരിപാടിയോ ഒന്നും ഇല്ലാതെ വളർത്താൻ പറ്റുന്ന ഒരു സാധനം. ഈവൻ നമ്മൾ ചട്ടിക്കകത്തിൽ ഇത് വളർത്താം. ഒരു ചട്ടിക്കകത്തിൽ 1, 2, 3, 4, 5 നടുക്ക് ഒരു 2 എണ്ണം, ഒരു 5 or 6 മോഡ് മില്ലറ്റ്, ഏതെങ്കിലും ഒരു മില്ലറ്റ് നമുക്ക് ഒരു ചട്ടിക്കകത്തിൽ പോലും വളർത്താൻ പറ്റും. അപ്പൊ അത് നന്നായിട്ട് വളർന്നു കഴിയുമ്പോൾ കുറച്ച് വളങ്ങളോ ചാണകപ്പൊടിയോ മണ്ണാക്കോ ഒക്കെ ഇട്ട് കൊടുത്താൽ അത് നന്നായിട്ട് വളർന്നു വരും. അത് നമുക്ക് ഹാർവെസ്റ്റ് ചെയ്തെടുക്കാം. നമുക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള ഇപ്പൊ റാഗി അതുപോലുള്ള ഒരു 10 കൊണ്ടെന്ന് വെച്ചാൽ അത്യാവശ്യം വീട്ടിലേക്ക് വേണ്ട കുറച്ച് റാഗി ഒക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, പഞ്ഞപ്പുല്ലെന്ന് പറഞ്ഞാൽ. അപ്പൊ അങ്ങനെ നമുക്ക് പോട്ട്സിന് അതിൽ വരെ ഇത് വളർത്തിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഒരു ഗുണം. ഇതെന്ന് വെച്ചാല് മില്ലറ്റ്സിന്റെ വേറെ ഒരു ശാസ്ത്രീയമായിട്ടുള്ള രീതി എന്ന് വെച്ചാല് പ്ലാന്റ്സിനെ പല തരത്തിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. മില്ലറ്റ്സിന് C4 പ്ലാന്റ്സ്, C3 പ്ലാന്റ്സ് കേട്ട് പഠിച്ചിട്ടുണ്ടോ? അടിപൊളി. അപ്പൊ C3, C4, പിന്നെന്താ വേറെ എന്തോ CAM പ്ലാന്റ്സ് അല്ലെ? അങ്ങനെയൊക്കെ പല തരത്തില്. C3 പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ C4 പ്ലാന്റ്. മില്ലറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇതെല്ലാം C4 ഗ്രാസ് ആണ്. കൂടുതൽ ലൈറ്റും ഒക്കെ വേണ്ട ഇതാണ്, അല്ല ലൈറ്റ് കുറവും വേണം. C3 പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ റൈസ് അതുപോലെ തന്നെ അതിലൊക്കെ ലൈറ്റും വേണം, ഇതും ഒക്കെ വെള്ളമൊക്കെ കൂടുതൽ വേണം. അപ്പൊ അങ്ങനെ വാട്ടർ യൂസ് എഫിഷ്യൻസി കൂടുതലായിരിക്കും മില്ലറ്റ്സിന് C4 പ്ലാന്റ്സ് ആയതുകൊണ്ട്. അപ്പൊ അങ്ങനത്തെ ചില ഗുണങ്ങളുണ്ട്. C3 പ്ലാന്റ്സിന് നമ്മൾ വാട്ടർ യൂസ് എഫിഷ്യൻസി മില്ലറ്റ്സിന്റെ അത്രയും ഉണ്ടാവില്ല. അതുകൊണ്ടാണല്ലോ മില്ലറ്റിന് വെള്ളം ഇല്ലെങ്കിലും മില്ലറ്റ് വളർന്നോളൂ, മില്ലറ്റില് പാനിക്കൽസ് ഒക്കെ ഉണ്ടായിക്കോളൂ എന്ന് പറയാം. ഓക്കെ, ഇനി അടുത്തതെന്ന് വെച്ചാല് ഇതിന്റെ ഗുണം എന്താണ്? നമുക്കെന്താ ഗുണം? ആദ്യം മനുഷ്യന് എന്താ ഗുണം? പിന്നെ ഇത് ഉണ്ടാക്കുന്ന ആർക്കും ഗുണം വേണ്ടേ? ആരാ ഉണ്ടാക്കുന്ന മില്ലറ്റ്സ്? നിങ്ങൾ വീട്ടിൽ ഉണ്ടാക്കുമോ? ആരും ഉണ്ടാക്കുന്നു? ഫാമേഴ്സ് എല്ലാം ഉണ്ടാക്കും. ഇത് മനുഷ്യന് എന്ത് ഗുണം? കർഷകന് എന്ത് ഗുണം? നമ്മൾ ജീവിക്കുന്ന ഈ സ്ഥലത്തിന് ആവാസ വ്യവസ്ഥയ്ക്ക് എന്താ ഗുണം എന്നുള്ളത്. ആദ്യം നമുക്ക് നമ്മുടെ പ്ലാനറ്റിന് എന്താ ഗുണം എന്ന് വേണം. അപ്പൊ ഇതിന് എന്ന് വെച്ചാല് സാധാരണ നെൽകൃഷി ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ നിങ്ങളുടെ കൂട്ടത്തിൽ? എന്ന് വെച്ചാല് ഈ പെട്ടെന്ന് വളരും എന്നുള്ളതാണ് ഇതിന്റെ ഇതാണ് മൂന്ന് മെയിൻ ആയിട്ടുള്ള മില്ലറ്റ്സ്. ഏതൊക്കെയാ നിങ്ങളൊന്ന് പറഞ്ഞേ? സ്വർഗം, ജോവാർ, ഓക്കെ, സ്വർഗം അല്ലെങ്കിൽ ജോവാർ, പിന്നെ
രണ്ടാമത്തെ ബാജറ. ബാജറ ആരാ കഴിക്കുന്നത്? നമ്മൾ കഴിക്കാറുണ്ടോ? നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ ബാജറയും കൊണ്ടുണ്ടാക്കിയ റൊട്ടി? കർണാടകത്തിൽ പോയാൽ മതി, അവർ കഴിപ്പിക്കും. അടുത്ത PG ചെയ്യാൻ കർണാടകത്തിലോട്ട് പോയാൽ മതി, ബാംഗ്ലൂർ, അവർ കഴിപ്പിച്ചോളൂ. റാഗിങ് കൊണ്ടൊരു സാധനം അവരുണ്ടാക്കി, കണ്ടിട്ടുണ്ടോ? ഒരു ബോൾ പോലെ ഒരു സാധനം, അവരുടെ ബ്രേക്ക്ഫാസ്റ്റ് ആണ്. നമ്മൾ ഫുഡ് കഴിക്കുന്ന പോലെ അവർ കഴിക്കുന്ന ഒരു സാധനം കണ്ടിട്ടുണ്ടോ? അതിനെന്ത് പറയുന്നത്? അത് ഒരു സാമ്പാർ പോലത്തെ പുളിയുള്ള ഒരു സാധനം, കറിയും കൂടെ തരും. കഴിച്ചിട്ടുണ്ടോ? റാഗി മുട്ട, ഒരു കറുത്ത നിറത്തിൽ ഒരു ഉണ്ട പോലെ ഒരു സാധനം, കൊട്ടപ്പക്ഷിയുടെ മുട്ട പോലെ ഇരിക്കും. അപ്പൊ അത് അങ്ങനെ ഒരു സാധനമുണ്ട്. പിന്നെ ഇത് നമുക്ക് ഇപ്പം നമ്മളിപ്പം ഈ കൃഷിയൊക്കെ ചെയ്യുമ്പോഴേ നമ്മൾ ഒത്തിരി വളങ്ങളും കീടനാശിനികളും ഒക്കെ ഉപയോഗിക്കത്തില്ലേ? ഉപയോഗിക്കുമോ? കൃഷി ചെയ്യുമ്പോൾ വളങ്ങളും കീടനാശിനി ഉപയോഗിക്കാതെ കൃഷി ചെയ്യാൻ പറ്റും? നിങ്ങളുടെ അഭിപ്രായം എന്തോ? കൃഷി ചെയ്യുമ്പോൾ വളങ്ങളും കീടനാശിനി ഉപയോഗിക്കണോ? അതെന്തിനാ ഉപയോഗിക്കും? അല്ലെങ്കിൽ ഇതെല്ലാം കൂടെ തിന്നിട്ട് കർഷകനൊന്നും കിട്ടത്തില്ല. അവസാനം ഗ്രെയിൻസ് ആവുന്നതിന് മുമ്പ് എല്ലാം പുഴു കൊണ്ടുപോവുകയും അല്ലെങ്കിൽ രോഗം വന്നു പോകും. അപ്പൊ ഇതൊക്കെ ഒത്തിരി വളം ഉപയോഗിക്കണം, കീടനാശിനി ഉപയോഗിക്കണം. പിന്നെ അല്ലെങ്കിൽ വേറെ എന്താ ഉപയോഗിക്കണ്ടേ? കുമിൾനാശിനികള്, കുമിൾ രോഗങ്ങൾ വരും, അപ്പൊ കുമിൾനാശിനികൾ ഉപയോഗിക്കണം. അപ്പൊ ഇതിനെന്താ ഗുണം? മില്ലറ്റ്സിന്റെ ഒരു ഗുണം എന്ന് വെച്ചാല് ഇതിന് വളവും വേണ്ട, കീടനാശിനിയും വേണ്ട, അങ്ങനെ ഒരു സാധനമാണ്. ഇത് ഒരു മാർജിനൽ ലാൻഡ്സിൽ കൃഷി ചെയ്യുന്ന ഒരു വിളയാണ്. അതുകൊണ്ടാണ് കർണാടകത്തിൽ ഇങ്ങനെ ക്രാക്ക് വന്ന പാടങ്ങൾ, അവർക്ക് വെള്ളമില്ല കർണാടകയിൽ. അവർക്ക് ഇപ്പൊ നോർത്തേൺ കർണാടകയിൽ ധാർവാഡ് അതുപോലുള്ള കർണാടകയിൽ, നോർത്തേൺ കർണാടകയിൽ ചെന്നാലും കർഷകൻ ലഗാൻ എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ടുണ്ടോ? നിങ്ങളുടെ ആരാ ഖാൻ ഉണ്ടല്ലോ, ആമിർ ഖാന്റെ ഒരു സിനിമ ഉണ്ടല്ലോ, ഒരു പാട്ടൊക്കെ. അപ്പൊ അവരിങ്ങനെ കർഷകർ മേളോട്ട് നോക്കി നിൽക്കുന്ന ആ സീൻ അതിൽ പാടം കാണിച്ചിട്ടുണ്ട്, പാടം ക്രാക്ക് ചെയ്തിരിക്കുന്ന പാടം. അപ്പൊ അതുപോലുള്ള പാടങ്ങളാണ് അവിടെ ഉള്ളത്. അവിടെ ഒന്നും കൃഷി ചെയ്താലൊന്നും വളരില്ല, ശരിയായിട്ട് വളരില്ല. അങ്ങനെയുള്ള അവിടെ വേറെ നെല്ല് കൃഷിയോ ഗോതമ്പോ ഒന്നും അവിടെ പറ്റില്ല. അവിടെ കൃഷി ചെയ്യാൻ പറ്റുന്ന ഏക സാധനം എന്താണ്? ഈ മില്ലറ്റ്സ് മാത്രമേ പറ്റത്തുള്ളൂ. ഇത് ബെഡൊക്കെ ഒന്ന് റെഡിയാക്കി വിതറി ഇത് ആയി കഴിഞ്ഞാൽ സമ്മറിൽ വലിയ ഇൻപുട്ടുകൾ വെളിയിൽ നിന്നൊന്നും കൊടുക്കാതെ, വളങ്ങളോ കീടനാശിനികളോ ഒന്നും കൊടുക്കാതെ കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു വിളയാണ് ഈ മില്ലറ്റ്സ് എന്ന് പറഞ്ഞത്. വിത്ത് മതി, ഒരു ഏക്കറിലേക്ക് ഒരു 3-4 ഗ്രാം വിത്ത് മതിയാവും. ഒരു ഏക്കറിലേക്ക് 3-4 ഗ്രാം വിത്ത് മതിയാവും. ഇത് കാര്യമായിട്ട് വളപ്രയോഗമില്ല. ഇത് ഏകദേശം ഒരു 60 ദിവസം തൊട്ട് 75 ദിവസം വരെ സമയമെടുക്കും ഇതിന്റെ മൂപ്പെത്താൻ വേണ്ടി. ഇതിന്റെ കതിരുകൾ പറിച്ച് മൂപ്പെത്തി മണികൾ പറിച്ചെടുക്കാൻ വേണ്ടി ഏകദേശം ഒരു 60-75 ദിവസം എടുക്കും. പണ്ട് കാലത്ത് നമ്മൾ ചാമ കഞ്ഞി ഉണ്ടാക്കുമായിരുന്നു. ക്ഷാമകാലത്ത് ഉണ്ടാക്കുന്ന വിളയായിട്ടാണ് ഇതിനെ പറയുന്നത്. മില്ലറ്റിന്റെ വരക് എന്ന് പറയും, ഫോക്സ്റ്റൈൽ മില്ലറ്റ് തിന, ബാണിയാട് മില്ലറ്റ് കുതിരവാലി എന്നാണ്. ഞാൻ ആ പേര് പറഞ്ഞു, കുതിരവാലി നമ്മൾ ഇതിൽ പറയുന്നത്. ബാണിയാട് മില്ലറ്റിന് ലിറ്റിൽ മില്ലറ്റിന് ചാമ എന്ന് പറയും, പ്രോസം മില്ലറ്റിന് പനിവരക് എന്ന് പറയും. ഓക്കെ, ബാണിയാട് മില്ലറ്റ് ഇങ്ങനെ ഇരിക്കും, വെളുത്ത നിറത്തിലായിരിക്കും. ഞാൻ നെല്ലിന്റെ കള പോലുള്ള സാധനം എന്ന് പറഞ്ഞ കുതിരവാലി. ലിറ്റിൽ മില്ലറ്റ് ചാമ, കോഡോ മില്ലറ്റ് വരക്, പ്രോസോ മില്ലറ്റ് യെല്ലോ കളർ, തിന ഫോക്സ്റ്റൈൽ മില്ലറ്റും യെലോയിഷ് കളർ ആയിരിക്കും. ലിറ്റിൽ മില്ലറ്റിന് ഒരു ബ്രൗൺ കളർ ആയിരിക്കും. കോഡോ മില്ലറ്റിന് ഒരു എന്താ പറയുക ഡാർക്ക് ബ്രൗൺ കളർ ആയിരിക്കും. ഓരോ കുതിരവാലി ആണെങ്കിൽ ഒരു ഓഫ് വൈറ്റ് കളർ ആയിരിക്കും. ഓരോന്നിനും ഓരോ നിറമാണ്. അപ്പൊ നിങ്ങൾക്ക് ഒരു മില്ലറ്റ് കൊണ്ടുവന്ന് കുറെ വെച്ച് കഴിഞ്ഞാൽ ഏത് മില്ലറ്റ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. നൈജറിൽ 12%, എത്യോപ്യയിൽ 3%, ചൈനയിൽ 5%, നൈജീരിയയിൽ 7%, സുഡാനിൽ 9%. അപ്പൊ അങ്ങനെ ബാക്കിയൊക്കെ സെനഗൽ അങ്ങനെയുള്ള ആഫ്രിക്കൻ രാജ്യങ്ങളാണ് ഇത് കൂടുതൽ കൃഷി ചെയ്യുന്നത്. കാരണം അവർക്ക് വെള്ളമില്ലാത്ത ഒരവസ്ഥയിൽ അവർക്ക് ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു വിള ഇതാണ്, മില്ലറ്റ്സ് ആണ്. ഓക്കെ, ഇതൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഞാൻ പറഞ്ഞ ഈ കേരളത്തിലേക്ക് യോജിച്ചതായിട്ടുള്ള ചെറിയ തോതിലെങ്കിലും ചെയ്യാൻ പറ്റുന്ന ചെറുധാന്യങ്ങൾ എങ്ങനെ കൃഷി ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തേത് റാഗി
പഞ്ഞപ്പുല്ല്, കൂവരക്, മുത്താറി, ഇന്ത്യൻ മില്ലറ്റ്, ഫിംഗർ മില്ലറ്റ്, ഇത്രയും പേരുണ്ട് കേട്ടോ. റാഗി അല്ലെങ്കിൽ പഞ്ഞപ്പുല്ല്, കൂവരക്, മുത്താറി, ഇന്ത്യൻ മില്ലറ്റ് അല്ലെങ്കിൽ ഫിംഗർ മില്ലറ്റ്. കേരളത്തിലേക്ക് ഏറ്റവും കൃഷി ചെയ്തുകൊണ്ടിരുന്നതും ഏറ്റവും കൃഷി ചെയ്യാൻ അനുയോജ്യമായിട്ടുള്ള ഒരു വിളയുമാണ് ഇത്, റാഗി എന്ന് പറയുന്നത്. നമുക്ക് കേരളത്തിൽ എവിടെയും കൃഷി ചെയ്യാം. ഈവൻ പാലക്കാട്, ചിറ്റൂര്, ആൽക്കലൈൻ സോയിൽസിൽ വരെ ഇത് കൃഷി ചെയ്യാം. കൂടിയ പരിചരണ മുറകളൊന്നുമില്ല, സാമാന്യമായിട്ട് നല്ല വിളവ് തരുന്ന ഒരു വിളയാണ്. മഴയെ ആശ്രയിച്ചുള്ള കൃഷിക്ക് മെയ് മാസത്തിൽ കൃഷി ആരംഭിക്കാം. അടുത്തത് വരക് എന്ന് പറയുന്ന ഒരു സാധനം, കോഡോ മില്ലറ്റ്. ഇതെന്ന് വെച്ചാൽ ചെറുധാന്യങ്ങൾ ഏറ്റവും മൂപ്പ് കൂടിയ വിളയാണ് വരക്. ഇത് കുറച്ച് സമയം എടുക്കും, ഇതിന് നല്ല മൂപ്പുള്ള ഒരു ഇതാണ്, പെട്ടെന്ന് ഇതിന്റെ ഗ്രെയിൻസ് ആകില്ല. പക്ഷെ ഇതിന് വേറൊരു പ്രശ്നമുണ്ട്, ഇതിനൊരു കട്ടുണ്ട്. ഒരു ഈ കട്ട് കളയാൻ വേണ്ടി ഒരു 8-10 മണിക്കൂർ ഇത് കുതിർത്ത് വെച്ചതിന് ശേഷം ഇത് അരച്ചെടുക്കാനോ പൊടിച്ചെടുക്കാനോ ഒക്കെ പറ്റത്തുള്ളൂ. അപ്പൊ ആ കട്ട് മാറിയാലേ അത് യോഗ്യമാകുകയുള്ളൂ. അടുത്തത് കുതിരവാലി അല്ലെങ്കിൽ ജാപ്പനീസ് മില്ലറ്റ് അല്ലെങ്കിൽ ബാണിയൻ മില്ലറ്റ് എന്ന് പറയുന്നതാണ്. ഇത് നമ്മുടെ നെല്ലിന്റെ കള, ഞാൻ പറഞ്ഞില്ലേ, ആ കളയുടെ ഫാമിലിപ്പെട്ട ഒരു വിളയാണ്. കവടയേക്കാൾ കുറച്ചുകൂടി വലിപ്പമുള്ള കതിരുകൾ ഉണ്ടെന്നുള്ള ഒരു വ്യത്യാസമേ ഉള്ളൂ ഇതിന്. കതിരിടാൻ തുടങ്ങുന്നതോടെ അരിഞ്ഞെടുത്തും ധാന്യങ്ങൾ ബന്ധിച്ചെടുത്തും വൈക്കോലായിട്ടും പച്ചയ്ക്ക് കാലിത്തീറ്റയായിട്ടും ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയ സാധനമാണ് ഇത്. ഇനി ഇത് ഹാർവെസ്റ്റ് ചെയ്യുമ്പോൾ ഉള്ള ഇതെന്ന് വെച്ചാൽ, ഇത് ഹാർവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് പ്രോസസ് ചെയ്യാൻ ഭയങ്കര പാടാണ്. ഈ ചെറുധാന്യങ്ങൾ എന്ന് പറഞ്ഞപ്പോൾ അരി, നെല്ല് കൃഷി ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നെല്ല് എങ്ങനെ പ്രോസസ് ചെയ്യുന്നതെന്ന് കണ്ടിട്ടുണ്ടോ ആരെങ്കിലും? എങ്ങനെയാണെന്നറിയാമോ? നെല്ലെങ്ങനെ അരിയാകുന്നത് ആർക്കെങ്കിലും ഒന്ന് പറയാമോ? നമ്മള് നെൽകൃഷി ചെയ്തിട്ട് നെല്ലെങ്ങനെ അരിയായിട്ട് നമുക്ക് കിട്ടുന്നതെന്ന് പറയാമോ? അതിന്റെ ജസ്റ്റ് ഒരു പ്രോസസ് മാത്രം പറഞ്ഞാൽ മതി, ഡീറ്റെയിൽസ് ഒന്നും പറയണം. ചെടി ആദ്യം നമ്മൾ മുറിച്ചെടുത്തു, ഒത്തിരി സാധനങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. നിങ്ങളിപ്പോ എക്സിബിഷൻ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. മില്ലറ്റ് കൊണ്ടുള്ള ദോശ, ഇഡലി ബാറ്റർ ഉണ്ട്. ഇതുകൊണ്ട് ബിരിയാണി ഉണ്ടാക്കാം. പിന്നെ മില്ലറ്റ് കൊണ്ടുള്ള കുക്കീസ്, കേക്ക്. ഇപ്പൊ ബെസ്റ്റ് ബേക്കറി എന്ന് പറഞ്ഞ ബേക്കറി, അവർക്കൊരു വൈഡ് റേഞ്ച് ഓഫ് പ്രോഡക്ട്സ് ഉണ്ട് മില്ലറ്റ് കൊണ്ട്. നല്ല അടിപൊളി കേക്കുകളും ബിസ്ക്കറ്റ്സ് ഇത് ബെസ്റ്റുകാർ ഇറക്കുന്നുണ്ട് മില്ലറ്റ്സ് കൊണ്ടുള്ള. പിന്നെ ഇത് നല്ലൊരു സാധനമാണ്. ഇത് കഴിക്കാൻ നിങ്ങൾ കർണാടകത്തില് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞ സാധനമാണ് രണ്ടാമതിരിക്കുന്ന ഉണ്ട, ഓട്ടോപക്ഷിയുടെ മുട്ട പോലെ ഇരിക്കുന്ന സാധനം. അതും സാമ്പാർ പോലൊരു സാധനം കൂടാണ് കഴിക്കുന്നത്. അതിങ്ങനെ കുഴഞ്ഞിരിക്കും, അതിങ്ങനെ മുറിച്ചെടുത്തിട്ട് സാമ്പാറിൽ മുക്കിയിട്ട് നമ്മൾ കഴിക്കും. അത് അവർക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ്. പിന്നെ ഇതുകൊണ്ടുള്ള റൊട്ടിയുണ്ട്, ബാജറ കൊണ്ടുള്ള റൊട്ടിയും. പിന്നെ ഇതുപോലെ കോളിഫ്ലവറിന്റെ, ക്യാബേജിന്റെ ഒക്കെ ഫാമിലിയിലുള്ള സാഗ് എന്ന് പറയുന്ന ഒരു ചെടിയുണ്ട്. സാഗ് അതൊരു ലീഫി വെജിറ്റബിളാണ്. അതും വെളുത്തുള്ളി, മല്ലിയിലൊക്കെ ഇട്ടിട്ട് അവരൊരു ലീഫി വെജിറ്റബിളിന്റെ ഒരു കറി ഉണ്ടാക്കും. അത് ഇതുകൂടെ കഴിക്കും, നല്ലതാണ്. അപ്പൊ അങ്ങനെയൊക്കെ പല രീതിയിൽ കഴിക്കുന്ന രീതിയുണ്ട്. പിന്നെ ഈ പഫ്ഡ് മില്ലറ്റ്സ്, ഈ മില്ലറ്റ് കൊണ്ട്. ഞാൻ ഷോജി ജോയ് എഡിസൺ, എറണാകുളം കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ സബ്ജക്ട് മാറ്റർ സ്പെഷ്യലിസ്റ്റ് ഹോർട്ടിക്കൾച്ചറാണ്. നമ്മൾ ഇപ്പോൾ കേരളത്തിൽ ഈ വർഷം അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായിട്ട് നമ്മൾ ആഘോഷിക്കുകയാണല്ലോ. അപ്പോൾ ഇനിയും ഒരു മാസം കൂടെ ഉള്ളൂ. അപ്പോൾ ഈ സമയത്ത് നമ്മൾ കേരളത്തിൽ കണ്ടുവന്ന ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ എല്ലാ സ്ഥലങ്ങളിലും ഈ ചെറുധാന്യങ്ങളുടെ കൃഷിക്ക് വളരെ പ്രചാരം കിട്ടിയിട്ടുണ്ട് എന്നാണ്. ഇതൊരു ഈ വർഷത്തെ ഒരു പ്രതിഭാസമായിട്ട് മാത്രം നിൽക്കാതെ അടുത്ത വരും വർഷങ്ങളിലും അത് കണ്ടിന്യൂ ചെയ്ത് പോവുക എന്നുള്ളത് അതെൻ്റെ വളരെ ഒരു നല്ലൊരു കാര്യമായിരിക്കും. കാരണം എന്ന് വെച്ചാൽ മില്ലറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പം അത് മണിച്ചോളമായാലും അതല്ലെങ്കിൽ ബാജ്റ ആയാലും അതല്ലെങ്കിൽ റാഗി ആയാലും ചാമ, തിന, കൂവരക്, വരക്, അതുപോലെ പ്രോസോ മില്ലറ്റ്, കോഡോ മില്ലറ്റ്, ഇതുപോലുള്ള മില്ലറ്റ് ഇനങ്ങൾ എന്ത് തന്നെ കൃഷി ചെയ്താലും അത് നല്ല രീതിയിൽ അതിനെ പരിപാലിച്ച് വളർത്തിയെടുത്തുകൊണ്ട് വരുവാണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് പ്രോസസ് ചെയ്ത് നമുക്ക് നല്ലൊരു വളരെ കുറഞ്ഞ ഇൻപുട്ട് കോസ്റ്റ് കൊണ്ട് നല്ല രീതിയിൽ നമുക്കത് ഫാം മെയിൻ്റനൻസ് ചെയ്തുകൊണ്ട് പോകാൻ നമുക്ക് സാധിക്കും. അതോടൊപ്പം തന്നെ ഇതിനകത്തിൽ വലിയ വളങ്ങളുടെയും കീടനാശിനികളുടെയും കുമിൾനാശിനികളുടെയും ഉപയോഗം ഇല്ല എന്നുള്ളതൊരു ഹെൽത്തി ആൻഡ് പ്രൊട്ടക്റ്റീവ് ഫുഡ് നമുക്ക് ഉൽപ്പാദിപ്പിച്ചെടുക്കാം എന്നുള്ളൊരു വസ്തുത ഇതിനകത്തിലുണ്ട്.
അതോടൊപ്പം തന്നെ വേറൊരു അഡ്വാൻറ്റേജ് ഉള്ളത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് മഴയെ ആശ്രയിച്ചുകൊണ്ട് നമ്മളുടെ വിളകൾ കൃഷി ചെയ്യുമ്പോൾ മഴക്കാലത്ത് നമ്മൾ വേറെ കൃഷി ചെയ്യുമ്പോൾ വേനൽക്കാലത്ത് നമ്മൾ പാടങ്ങൾ തരിശായിട്ടും ഒക്കെ ഇടുന്ന സമയത്ത് വളരെ വെള്ളത്തിൻ്റെയും വളത്തിൻ്റെയും അളവ് കുറവ് വേണ്ട ഈ വിളകൾ നമ്മൾ വേനൽക്കാലത്ത് നമുക്കിത് നല്ല രീതിയിൽ കൃഷി ചെയ്യാൻ സാധിക്കും എന്നുള്ള ഒരു വസ്തുതയാണ്. കർഷകർക്ക് ഇത് ലാഭകരമാണോ? കർഷകർക്ക് ഇത് ലാഭകരം എന്ന് വെച്ചാൽ ഇതിനകത്ത് കൃഷിപ്പണികൾ കൂടുതൽ വരുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ അകത്തിലെ ഒരു വസ്തുത. നമ്മൾ വിതച്ചു അല്ലെങ്കിൽ ഞാറ്റടി തയ്യാറാക്കി ഞാറ്റടി നമ്മൾ മാറ്റി നട്ടു അടിവളം കൊടുത്ത് മാറ്റി നട്ടാൽ പിന്നെ ഇതിനകത്ത് വലിയ പരിപാലനം വേണ്ട. ഇടയ്ക്ക് പാടം വിണ്ട് കീറുമ്പോൾ ചെറിയൊരു നനവ് കൊടുക്കുക എന്നുള്ളതല്ലാതെ വേറെ ഇതിനകത്ത് വലിയ കൃഷിപ്പണികൾ വേറെ ഇല്ല. കേരളത്തിൽ ഇത് എവിടെയൊക്കെയാണ് കൃഷി ചെയ്യുന്നത്? കേരളത്തിൽ കൂടുതലും ഇത് നമ്മളിപ്പോൾ ഈ നാട്ടിൽ കൃഷി ചെയ്യുന്നത് കൂടുതലും പാലക്കാട് ആ മേഖലയിലാണ്. മലപ്പുറം, പാലക്കാട് അതുപോലെയുള്ള കുറച്ചുകൂടെ ചൂട് ഉള്ള സ്ഥലങ്ങളിലാണ് ഇത് കൂടുതലും കൃഷി ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നമ്മുടെ നാട്ടിലും ഇതിനൊരു പ്രചാരം വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നന്ദി. ഇത് കൃഷി ചെയ്യുന്നത് ഇപ്പോൾ കോട്ടുള്ളി പഞ്ചായത്തിൽ ചെയ്ത് അതാണ്. അവിടെ കോട്ടുള്ളി പഞ്ചായത്തിൽ കൃഷി ഓഫീസറാണ്. അപ്പുറത്ത് നിൽക്കുന്നതാണ് മനോജ്. പിന്നെ അത് പുള്ളി അത് തന്നെ അവിടുത്തെ വിളവെടുപ്പിൻ്റെ ഫോട്ടോ നമ്മൾ കാണുന്നത്. മില്ലറ്റ്സ് മാത്രം നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മളിപ്പോൾ റാഗി ചെയ്യുന്നുണ്ട്, തിന ചെയ്യുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ ചെയ്തിരിക്കുന്നതാണ്. നമ്മൾ ലാസ്റ്റ് അവിടുത്തെ മണിച്ചോളത്തിൻ്റെയൊക്കെ തിന ചെയ്യുന്നുണ്ട്. 4 ഐറ്റം മെയിനായിട്ട് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലാഭകരമാണോ? ഹലോ, ലാഭം ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളൂ. ഇപ്പോൾ എന്ന് വെച്ചാൽ ഒരു ലാഭം ബേസ് ചെയ്തിട്ടല്ല ശരിക്കും പറഞ്ഞാൽ, പഴയ ഒരു ജീവിതശൈലിയിലേക്ക് ജനങ്ങളുടെ ഒരു ശ്രദ്ധ തിരിച്ചു കൊണ്ടുവരിക, ജീവിതശൈലി രോഗങ്ങളിൽ നിന്ന് അതിനൊരു മരുന്നില്ലാത്തൊരു പരിഹാരം. പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നുണ്ടോ? എന്താ പ്രൊഡക്റ്റ് ഉണ്ട് നമുക്കിപ്പോൾ. ഇത് ബജറയുടെ ഹെൽത്ത് ചായ. ഇപ്പോൾ നമ്മളതുകൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്ഷീണം, അതുപോലെ തന്നെ മറ്റ് ശ്വാസമുട്ട്, അങ്ങനെയുള്ള ജീവിതശൈലി കൊണ്ടുണ്ടായിരിക്കുന്ന രോഗങ്ങൾക്ക്. അതുപോലെ തന്നെ ഇത് നമ്മുടെ റാഗിയുടെ ഹെൽത്ത് ഡ്രിങ്കാണ്. ഇത് നാച്ചുറലാണ്. ഇതിനകത്ത് നമ്മൾ വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നും സാറൊന്ന് ഉപയോഗിച്ച് നോക്കാം കേട്ടോ. ഇതിപ്പോൾ ബജറ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന അതിൻ്റെ ടേസ്റ്റ് ഒന്ന് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ലോ ഷുഗറുള്ള രോഗികൾക്ക് ശരീരത്തിലേക്ക് പെട്ടെന്ന് ഗ്ലൂക്കോസ് വരാത്ത രീതിയിൽ അതാണ് ഇത് റാഗിയുടെയും ബജറയുടെയും അല്ലെങ്കിൽ മില്ലറ്റിൻ്റെയും പ്രത്യേകത. അപ്പോൾ കുറച്ച് ഭക്ഷണം കൂടുതൽ മൂല്യങ്ങൾ അടങ്ങിയിരിക്കുന്നതാണ്. അപ്പോൾ ഇത് പയ്യനെ ശരീരത്തിലേക്ക് വരുന്നതിൻ്റെ പേരിൽ ഇതിൻ്റെ പെട്ടെന്ന് ഷുഗർ ലെവലിൻ്റെ വ്യത്യാസം വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കിപ്പോൾ അമിതമായ വിശപ്പിനെ തടയും. രാവിലെ ഒരു ഗ്ലാസ് നമ്മൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ നല്ല സ്ട്രെങ്ത് ആയിട്ട്, കാരണം ഇതിപ്പോൾ നമ്മൾ നോർമലി പാലിലോ അല്ലെങ്കിൽ വെള്ളത്തിലോ ചേർത്ത് കുറുക്ക് പരുവത്തിന് നമുക്ക് ചെയ്യാവുന്നതാണ്. ഇത് റാഗി കൊണ്ട് ഉപയോഗിക്കുന്നതാണ്. ജൈവരാജ്യം എന്നാണ് കമ്പനിയുടെ പേര്. അതോ ജൈവരാജ്യം. ഇതിപ്പോൾ നമ്മൾ ചെയ്യുന്നത് പച്ചറയുടെയാണ്. ഇത് NGO ആയിട്ടാണോ? അതോ NGO ആണോ അല്ലെങ്കിൽ കമ്പനിയാണോ? നമ്മളിപ്പോൾ ചെറിയതായിട്ടൊന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. ഇത് തെനയുടെയാണ്. തെനയുടെ തന്നെ ഹെൽത്ത് ഡ്രിങ്കാണ്. അതുപോലെ തന്നെ ഇത് മണിച്ചോളത്തിൻ്റെ അവലാണ്. അതുപോലെ തന്നെ ഇത് പച്ചറ കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന അവലാണ്. നമ്മുടെ കുക്കീസ് ഉണ്ട്, പിന്നെ അതുപോലെ റൈസ് ഉണ്ട്, ബിരിയാണി റൈസ് ഉണ്ട്. ഇതിൻ്റെയൊക്കെ ഒത്തിരിയേറെ പ്രോസസ്സ് എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരീരത്തിന് ഗുണകരമല്ലാത്ത പിന്നെ കട്ടി കൂടിയ ഇത് പോലെ അതിനകത്ത് ഒരു ഓരോ റൈസ് ഉപയോഗിക്കുന്നു. ഇതാണ് നമ്മളുടെ പ്രോസസ്സിങ്ങിൻ്റെ. ആദ്യം തന്നെ നമ്മളിത് കഴുകി വൃത്തിയാക്കിയിട്ടത് നന്നായിട്ട് പ്രോസസ്സ് ചെയ്യുന്നതാണ്.
അപ്പോൾ ഏകദേശം അതിൻ്റെ അകത്ത് കാരണം കുഞ്ഞുങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ഓഫറായിട്ടുള്ള ആ പുറമേയുള്ള തൊലികളൊക്കെ നമ്മൾ എത്ര ഏക്കർ കൃഷി ചെയ്തിട്ടുണ്ട്? ഇതിപ്പോൾ 40 ഏക്കറിലോട്ടോളം വ്യാപിച്ചിട്ടുണ്ട്. കോട്ടുപള്ളി, കോട്ടുള്ളി, ചേന്നമംഗലം, വടക്കേക്കര, അതായത് അങ്ങനെ പറവൂര് മുനിസിപ്പാലിറ്റിയിൽ നമുക്ക് മുനിസിപ്പേഷൻ്റെ അപ്പുറത്ത് ഗേൾസ് ഹൈസ്കൂളിൽ, പൂനമാവ് ചാവറ സ്പെഷ്യൽ സ്കൂളിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ അവരുടെ പിള്ളേർക്ക് വേണ്ടിയിട്ട് പിള്ളേരെ ഇത് പരിചയപ്പെടുത്തുക, ഭാവി തലമുറയ്ക്ക് ചെയ്യാം. നമ്മുടെ ലാഭമല്ല, അവിടെ നമ്മൾ അതിൻ്റെ സീഡുകൾ എത്തിച്ചിട്ട് അവരോട് കൂടിയിട്ട് സഹകരിച്ചിട്ട് അത് ഫ്രീ ആയിട്ട് ചെയ്യണം. പിന്നെ അവർ പറയുന്ന ഇതിന് വിലയ്ക്ക് നമ്മൾ എടുക്കും, പ്രൊഡക്റ്റ് നമ്മൾ കളക്ട് ചെയ്യും. എൻ്റെ പേരെങ്ങനെ? എൻ്റെ ഒരു ബെന്നി പുളിക്കൽ. നമ്പർ എന്ന് പറയും? 9846 816670.